ലഹരിക്കെതിരെ ഒന്നിക്കാൻ ഒരു നാട് വെങ്ങോലയിൽ ജനജാഗ്രതാ സഭ സംഘടിപ്പിച്ചു. ജനകീയ ഒപ്പുശേഖരണവും നടത്തി. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ 22-ാം വാർഡിലും സമീപ പ്രദേശങ്ങളിലും ലഹരി മരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരം ലഹരി സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പലതവണ ലഹരി മാഫിയ സംഘാംഗങ്ങളും നാട്ടുകാരും തമ്മിൽ ഇവിടെ സംഘർഷമുണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് യാതൊരു ഇടപെടലും നടത്തിയില്ല എന്ന ആക്ഷേപവും ഇവിടെ ശക്തമാണ്. നമ്മൾ പല ക്യാമ്പയിനുകളായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള നിലയിൽ നമ്മൾ തീരുമാനിച്ചു. ക്യാമ്പയിൻ ലഹരിക്കെതിരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടന്നിരിക്കുന്നത് ലഹരി മാഫിയക്കെതിരെ ആണ് എന്നതിനൊരു സംശയവുമില്ല. എന്തെല്ലാം തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തി. അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരിക്കെതിരെ ഗോൾ അടിക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തി. 1 വർഷം മുമ്പ് നടത്തിയത്. കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെമ്പാടും ലഹരിക്കെതിരെ വലിയ തോതിലുള്ള പോരാട്ടം നടത്തി. പോരാട്ടത്തിനെല്ലാം കുറേ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്കൂൾ തലം മുതൽ എല്ലാം വളരെ നല്ല നിലയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളെല്ലാം നടത്തി ശക്തമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാമ്പയിനുകളും മറ്റ് പോരാട്ടങ്ങളും ഒന്നും 100%വും ഒരു സമരവും പരാജയമല്ല എന്ന് പറയുന്ന പോലെ ഇതിലും പരാജയമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ 100% നമുക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാടിനെ കാർന്നു തിന്നുന്ന വിപത്തിനെതിരെ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനജാഗ്രതാ സമിതി ഒപ്പുശേഖരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ് ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ഒരു വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത് വലിയൊരു ആപത്തായി വെങ്ങോല പഞ്ചായത്തിനകത്ത് കേരളത്തിലെമ്പാടും ഉണ്ടെങ്കിലും വെങ്ങോല പഞ്ചായത്തിൽ ഇതൊരു വലിയൊരു ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, ഞാൻ എൻ്റെ നാട്ടിൽ നേരിടുന്ന അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ, വെങ്ങോല പഞ്ചായത്തിൻ്റെയും ബേസിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വെങ്ങോല പഞ്ചായത്തിൻ്റെയും വാഴക്കുളം പഞ്ചായത്തിൻ്റെയും ബോർഡർ പങ്കിടുന്ന ഒരു ഏരിയയാണ് കണ്ടന്തറയിലെ ബായി കോളനി എന്ന് പറയുന്നൊരു സ്ഥലം. ഏകദേശം 156 ഉടമകൾക്ക് വാടക കെട്ടിടമുള്ള ഒരു പ്രദേശമാണ്. ഏകദേശം ഒരു 7000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ്. ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്രയും ആളുകൾ താമസിക്കുന്നത്. ആ പ്രദേശത്ത് നമ്മൾ പോയി നോക്കിയാൽ ഒരു ഉത്തരേന്ത്യയിൽ ഒരു ഗ്രാമമല്ല എന്ന് ആരും പറയില്ലാത്ത ഒരു പ്രദേശമാണ്. ഈ പഞ്ചായത്തിൻ്റെയും വാഴക്കുളം പഞ്ചായത്തിൻ്റെയും അതിർത്തിയാണ്. ലോകത്ത് കിട്ടാത്ത എല്ലാത്തരം മയക്കുമരുന്നുകളും കിട്ടുന്ന ഒരു പ്രദേശമാണ് അവിടെ. ഒരുപക്ഷെ ഞങ്ങളിപ്പോൾ പറയുന്നത് കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ ഹബ്ബാണ് ഈ കണ്ടന്തറ ബായി കോളനി എന്ന് പറയുന്ന സ്ഥലം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഞാനുൾപ്പെടെ ഞങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുറേ ചെറുപ്പക്കാർ ഏകദേശം രാത്രി 2 മണി വരെ അവിടെ കാവലാണ്. രക്ഷാധികാരി രാജു തുണ്ടത്തിൽ ജനകീയ ഒപ്പുശേഖരണം ഉദ്ഘാടനം നിർവഹിച്ചു. NR വിജയൻ, AS അനിൽകുമാർ, ധന്യ ലജു, KS ജയരാജ്, വിഷ്ണു സുരേഷ്, ഡോക്ടർ രഞ്ജിത്ത് P ഗംഗാധരൻ, സുമി ബിനു, തുഷാര മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ദിനം ഇവിടെ പ്രതിപാദിച്ചതുപോലെ നമ്മുടെ രാജ്യം രാഷ്ട്രപിതാവിനെ സ്മരിക്കുന്ന ദിനമാണ്. ആ ദിനത്തിൽ തന്നെ ഇന്നലേക്കുള്ള ഒരു വലിയ പ്രചരണ പരിപാടിക്ക് ഒരു ഭൂമികയാകെ തയ്യാറാകാൻ ഇടയായ സാഹചര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇത് ഏതെങ്കിലും 5, 6, 7, 8 പേർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമല്ല. നമ്മുടെ നാട് ഇന്ന് അകപ്പെട്ടിട്ടുള്ള ഒരു വിപത്തിനെതിരായിട്ടുള്ള ജാഗ്രത സമൂഹത്തിനാകെ ഉയർത്തുകയും ആ ജാഗ്രതയുടെ ഭാഗമായി ഈ സമൂഹത്തിനകത്ത് തുറച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു സംഗമമാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലും ആക്രമണം കൊണ്ട് തിരുത്താൻ കഴിയുന്നതല്ല ഇത്തരം സംഘങ്ങളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ മുന്നേറ്റം. അതിനകത്ത് ഭരണകൂടത്തിന് പിൻബലം വേണം,
സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിൻബലം വേണം. സർവോപരി സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയാണ് ഇത്തരം പൊതുമുന്നേറ്റത്തിന് സഹായമായിട്ട് മാറുന്നത്. സമൂഹത്തിൽ മുഴുവൻ ആളുകളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലടക്കം ഇതിൻ്റെ അംശങ്ങൾ അലയടിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. വാർഡ് മെമ്പർ ബേസിൽ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ലഹരി മാഫിയയും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പ്രശ്നക്കാരെ ഒഴിവാക്കി നാട്ടുകാർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിക്കെതിരെ വാർഡ് മെമ്പർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉന്നത പോലീസ് അധികാരികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി നാടിനെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി, പ്രശ്നമായി ഈ ലഹരി മാഫിയ വളർന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. നമ്മുടെ നാടിനകത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നു വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇതുപോലുള്ള ലഹരി മാഫിയക്കെതിരായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിൽ പുറമേ നിന്നും ആളുകൾ സംഘടിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് പഞ്ചായത്തിൻ്റെ കുളങ്ങളിൽ, ചിറയുടെ ഭാഗങ്ങളിൽ, അത്തരത്തിൽ രാത്രി 11 മണിക്കും 12 മണിക്കും എല്ലാം എത്തിച്ചേരുകയും അവിടെ ചെലവ് അഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത് ചോദ്യം ചെയ്താൽ നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ കണ്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയോ ചെയ്താൽ പിന്നീട് അവരുടെ വീടുകളിൽ ഈ സംഘം എത്തിച്ചേരുകയും അവിടെയുള്ള അച്ഛനമ്മമാരെയും അതേപോലെ കുട്ടികളടക്കം ഭീഷണിപ്പെടുത്തി ആക്രമിക്കുന്ന നിലയും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ പ്രദേശത്തുണ്ടായി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.